ഓയിൽമെന്റാ എന്തിന് നീ വാ കൈക്ക് എന്ത് പറ്റിയ കയ്യിൽ ഈ തെങ്ങിക്കാറ് ഇന്നാണ് പിടിച്ചത്. എങ്ങനെ പിടിച്ചാ വലിച്ചത് ഇന്നെ പിടിച്ചത്. എങ്ങനെ എങ്ങനെ എന്റെ കയ്യില് വലിച്ച് എങ്ങനെ അത് ഇപ്പം കയ്യിൽ തോന്നിയുള്ള ഭയങ്കര അത് എന്തിനു പിടിച്ചെന്തിന് നിന്നെ പറഞ്ഞെടുക്കാൻ നീ കൊല്ലം കൊടുത്തു നീ കെട്ടി കെട്ടി കെട്ടിത്താന്ന് കെട്ടി എന്തിനത് മുറിഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞാണ് എങ്ങനെയൊക്കെ മുറിഞ്ഞത് കയറി വരഞ്ഞത്. ആ തെങ്ങിൽ എങ്ങനെ കയറി വരഞ്ഞ ആ കൊച്ചിനെ പിടിച്ചത്. എന്തിന് കൊച്ചിനെ പിടിക്കാൻ പോയെന്തിന് അതിനെ കൊച്ചിനെ എന്തിന് തള്ളിയിടാൻ പോയെന്തിന് പിടിച്ചാലല്ല തള്ളിയിടാൻ പോയല്ലേ തള്ളിയിടാൻ വേണ്ടി കൊച്ചിന്റെ പിറകെ ഓടിയതല്ലേ അതെന്തിന് എന്തിനു തള്ളിയിടാൻ പോയെന്തിന് പറ അതും കൂടെ കേക്കട്ടെ എന്തിനു അത് തന്നെ കൊച്ചേ ഈ നൈറ്റിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചേനല്ലേ എന്നെ തള്ളിയിടാൻ പോയാ അപ്പൊ കിട്ടിയല്ലേ ഇപ്പൊ കാര്യമായിട്ട് കിട്ടിയാ ഇവിടെ നോക്കട്ടെ മുറിവ് നോക്കട്ടെ എന്റെ ഭഗവാനെ പൊത്തുപോയല്ല കൊച്ചിന്റെ പിറകെ ഓടി പറഞ്ഞില്ലേ നല്ല ഞാൻ കൂടി കൊച്ചിനെ അടിക്കാൻ പോയാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തൊരു അറിഞ്ഞില്ലായിരുന്നു എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് മോനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയത് പോലെ അങ്ങ് ചെറുകുട്ടികൾ അങ്ങ് ചവിട്ടി കൂട്ടാൻ നോക്കില്ല ഞാൻ തരാന്ന് കരുതി അല്ലേ ആ നല്ല ഓട്ടറിയാന്നുള്ള പിള്ളേരാണ് കിട്ടിയല്ല നല്ല മുറിഞ്ഞല്ലേ വേനയുണ്ടോ ഇപ്പം കൈയെടുത്ത് വയത്താൻ വയ്യ ഒന്നിനും വയ്യ. കൊച്ച് വെറുതെ എന്റെ തുണി കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പൊ ഈ കൊച്ചു ഓടിപ്പോയി തുണിയിൽ ഇങ്ങനെ പിടിച്ചേന് ആ കൊച്ചിനെ രണ്ട് കൈയും കൂട്ടി പിടിച്ചെടുത്ത് അടിക്കാൻ വേണ്ടി ഓടിയാണ് കുറച്ചേ പിടി കിട്ടി പക്ഷെ അപ്പോഴത്തേക്ക് അവൾ ഓടി വന്നപ്പോ വേണ്ട ഈ തെങ്ങിന്റെ ഈ പൊളുക്കുണ്ടല്ലോ ഇങ്ങനെ പൊത്തിരിക്കണേ അതിൽ കയറി വീഴാൻ പോയപ്പോ പിടിച്ചപ്പോഴത്തേക്കും കാര്യമായിട്ട് കിട്ടി അല്ലേ ഇങ്ങനെയല്ലേ കിട്ടിയേ അങ്ങനെയല്ലേ മാറ്റം വല്ലതുണ്ടാ മാറ്റം വല്ലോണ്ടെങ്കിൽ ഇപ്പൊ പറയണം അങ്ങനെ കിട്ടിയത് കൊച്ചിനെ അടിക്കാൻ പോയാണല്ലേ പണ്ട് മോനെ എടുത്തിട്ട് ഉച്ചുമുത്തനെ ഇടിച്ചതുപോലെ ഇടിക്കാന്ന് വിചാരിച്ചല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല ഓട്ടം അറിയാം കിട്ടിയല്ല കാര്യമായിട്ട് നല്ല മുറിഞ്ഞ് ഇനിയിപ്പോ ഓയിൽമെന്റ് ഇട്ടുതരാ പോട്ട് ഇനി പിള്ളേരെ പറയും ഓടോ ഇനി പിള്ളേരെ അടിക്കാൻ ഓടിക്കോ ഇനി പിള്ളേരെ അറിയാൻ ഓടിക്കോ എത്ര ദിവസത്തേക്ക് ഞാൻ ഓടില്ല ഇനി അടിക്കില്ല എന്നെ അടിക്കേ ഉള്ളൂ. ആരടിക്കും എന്റെ മൊഴിയിലും ചെറുത് യാത് ചെറുത് യാത് വലുത് ഈ കൊച്ചു ഇങ്ങനെ ഒന്ന് ആക്കണതാ അത് അടിക്കണതാ ഒന്നാലും എന്നാ കൊച്ചങ്ങളടിക്കില്ല ഓട്ടിക്കോ ഓടിക്കയില്ല കല്ലെറിയോ കല്ലോ അറിയില്ല വലിയവരടിക്കോ ഒന്നും അടിക്കില്ല എന്നെ അടിക്കോ ചെറുതിനെ അടിക്കില്ല വലിയ അടിക്കില്ല ഒന്നിനെ അടിക്കില്ല ഇതെന്ത് ചെയ്തത് ഒന്നും ചെയ്യില്ല ഇതെന്തിനു ചെയ്ത അറിഞ്ഞൂടാതെ ചെയ്ത് പിന്നെ അറിഞ്ഞൂടാതെ ചെയ്തതാ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ പോക്കത്തന്നെ കാണിക്കില്ല പോക്കത്തനം കാണിക്കൂലേ ഇനി പോക്കത്തനം കാണിക്കൂലെന്നാണ് പറയണ ഇത് കുളിക്കാൻ നിർബന്ധിച്ചതിന് മിനിഞ്ഞാന്നല്ല 4 കുളിക്കൂല 3-4 ദിവസം തുടരെ കുളിക്കാണ്ടിരുന്നു ഓണത്തിന്റെ ആ ഒരു സമയത്ത് ഓണം കഴിഞ്ഞിട്ട് അപ്പം കുളിക്കാത്തോണ്ട് ഞാനും ചെയ്തു കുളിക്കാൻ പറഞ്ഞ ദേഷ്യത്തിന് അവിടെ ഇരുന്നിട്ട് അള്ളി വാന്തി കളഞ്ഞെന്നെ ഞാൻ ഉയരും കൊണ്ടോടി തന്നെ നിങ്ങൾ എന്നെ വാന്തി ചെയ്തത് എന്തിനു വാന്തിയാ അറിയാൻ എന്തിനു വാന്തി എന്തിന് ആര് കുളിക്കാൻ നിങ്ങൾ കുളിക്കാനല്ലേ ഞാൻ നിർബന്ധിച്ചത് ഞാൻ കുളിക്കാനല്ലല്ല എന്തൊക്കെ പറയണേ ഒന്നും ചെയ്യില്ല ഇപ്പൊ ശരിയായി ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും ഇപ്പൊ എല്ലാം ശരിയായി അതിനിപ്പോ നോക്കട്ടെ കുറച്ച് ഓയിൽമെന്റ് ഇട്ട് കൊടുക്കാം പാവല്ലേ ഞാൻ തേച്ച് പറ്റിക്കാം നീറ്റലുണ്ടാന്നേ നീറ്റലുണ്ടോ കുഴപ്പമില്ല നന്നായിട്ട് ദൂരട്ടെ അപ്പൊ നിങ്ങൾ ഈ കൊച്ചിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അമ്മ ഇനി ഒന്നും ചെയ്യില്ല അപ്പഴേ ഈ കൊച്ചിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു
ഒരു ദാക്ഷിണ്യം ഇല്ല കേട്ടാ. കൊച്ചാണെങ്കിലോ ഇതുകൊണ്ട് അടപ്പ് പോയി, വലുതാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നോ അല്ലെങ്കിൽ അവർ നോവുമെന്നോ അങ്ങനെയൊന്നുമില്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് ഇനി മുന്നേ നിന്ന ആൾ കൊന്നാലും വേണ്ടില്ല, അമ്മയുടെ ഫുൾ ദേഷ്യവും തീർക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യമേ വെളിയിൽ പ്ലാൻ ചെയ്ത് ഓടാൻ പഠിപ്പിച്ചു. ഞാൻ ആദ്യമേ എൻ്റെ പിള്ളേരെ ഓടാനാണ് പഠിപ്പിച്ച. പ്രതിരോധിച്ച് നിൽക്കാൻ നല്ലത് ഓടലാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നന്ദനെ ആദ്യമേ ഓടാൻ പഠിപ്പിച്ച് നന്ദ എവളെ ഓടാൻ പഠിപ്പിച്ചു. അവർ കുണമാറിയാണ് നിൽക്കണമെന്ന് കണ്ടാൽ എപ്പോഴും കുണമാറിയാണ് നിൽക്കണത്. അയ്യോ ഇതാ പോണം. കാമായിട്ട് ആകെ പെരുമാറുന്ന എന്നോട് മാത്രം എന്ത് പറഞ്ഞാലും അനുസരിക്കും. യൂട്യൂബർ എന്ത് പറഞ്ഞാലും അനുസരിക്കുകയും എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ മാത്രം ആയതുകൊണ്ട് സെറ്റ്. അമ്മ ഇവിടെ കയറി ഇരുന്ന് അവിടെ പോയിരിക്കണ, എവിടെയെങ്കിലും ഇരിക്കും. ഇവിടെ കയറിയിരി. എന്തിനാ നിങ്ങൾ തറയിൽ കയറിയിരിക്കണ? എന്ത് തറയിരിക്കണ? എന്ത് കൊച്ചിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കണ. അടിക്കുവോ നിങ്ങള്? അമ്മ കിട്ടിയിരുന്നെങ്കിൽ അടിക്കുമായിരുന്ന? പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? പണ്ട് കുഞ്ഞിലെ നന്ദപ്പൻ കൊച്ചാണ് കേട്ടാ. നന്ദപ്പൻ ഈ കുഞ്ഞ് നമ്മളിവിടെ നന്ദപ്പൻ 1.25 വയസ്സ് 1.5 വയസ്സുള്ളപ്പോഴാണ് വീട് വെച്ചത്. നന്ദപ്പൻ ഭയങ്കര കുസൃതിയല്ലേ. അപ്പം നന്ദപ്പൻ വികൃതി കാണിക്കുമ്പോഴത്തേക്കും അടക്കോഴി പെരുകുന്ന മാതിരി പെരുകും. പെരുകി 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 കയറും. എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പെന്നെ കൊച്ചിനെന്ന് പറയും. ഞാനെടുത്തോണ്ട് ഓടും. എൻ്റെ അമ്മോ എനിക്ക് പേടിയാണ്, നമ്മളെ കയ്യിലൊന്നും നിൽക്കൂലായിരുന്നു. ഇപ്പം പിന്നെ കാപ്പരാശിയായി. എന്നാലും ആരോഗ്യം ഇല്ലെങ്കിലും കിട്ടണ അവസരം പിള്ളേരെ മെക്കെട്ട് കയറാൻ ശോഭനെ കൊണ്ട് കളഞ്ഞാൽ അല്ലേ? അല്ലേ? എന്തമ്മ നിങ്ങൾക്ക് പിള്ളേരുടെ ദേഷ്യം? വരാത്തെന്തേ ആലോചിച്ചോണ്ടിരിക്കും. പൂയനാളയ്യൻ എന്ന് പറയുന്നത്. ശരി ശരി മതി മതി. ഇപ്പൊ വേദന മാറിയ കയ്യിലെ ഇല്ലേ? അത് പതുക്കെ മാറും, കുറച്ച് ദിവസം കഴിയുമ്പോ മാറും കേട്ടാ. കുളിക്കുന്നവർക്കല്ലേ തുണി കഴിവൽ. കുളി എവിടെ, തുണി കഴിവൽ ഇവിടെ. മിണ്ടി പോകരുത്. ശരി എന്നാ.